ഈശോ സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും ഈ ദിവസങ്ങളിലെ നോമ്പുകാല ചിന്തകളിലേക്ക് കിടക്കാം. ഇന്നലെ തുടർച്ചയായിട്ട് നമുക്കിന്നും അനുതാപത്തെ കുറിച്ച് ചിന്തിക്കാം. നോമ്പുകാലത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് അനുതാപം. ഇന്ന് 2 സാമുവേൽ 12-ാം അധ്യായത്തിലെ 13-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞതാണ്, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. അനുതാപത്തിൻ്റെ കാലഘട്ടമാണ് നോമ്പുകാലം. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ദുഃഖിക്കുക, തെറ്റ് സമ്മതിക്കുക, ഏറ്റുപറയുക, കർത്താവിൻ്റെ കരുണയ്ക്കും മാപ്പിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഇതെല്ലാം അനുതാപത്തിൻ്റെ ഒരു ഭാഗമാണ്. അനുതാപത്തിൻ്റെ ഉത്തമ മാതൃകയാണെങ്കിൽ മാതൃകമായ ഒരു വ്യക്തിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാവീദിനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പാപബോധമാണ് അനുതാപത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത്. പിതാവായ ജസ്സയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവൻ, അപ്പൻ്റെ ആടുകളെ മേയിച്ചു നടന്നവൻ, ജ്യേഷ്ഠന്മാർ സൗൽ രാജാവിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികരായിരുന്നപ്പോൾ ദാവീദ് ഇടയൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. അവിടെ നിന്ന് ദൈവം അവനെ വിളിച്ചു, പടിപടിയായി ഉയർത്തി, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു. അവസാനം 12 ഗോത്രങ്ങളെടുക്കുന്ന ഇസ്രായേൽ ജനം മുഴുവൻ്റെയും രാജാവാക്കി ദൈവം ദാവീദിനെ വാഴിച്ചു. അധികാരം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അനേകം ഭാര്യമാര്, സുഖസൗകര്യങ്ങൾ എല്ലാം ലഭിച്ചു. ദൈവം തൻ്റെ ദത്തപുത്രനായി സ്വീകരിക്കുന്നു എന്ന് രാജാഭിഷേക വേളയിൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു. സങ്കീർത്തനം 2-ാം അധ്യായത്തിലെ 7-ാം തിരുവചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ദാവീദിന്റെ കാലിടറി. കുളിക്കുന്ന സ്ത്രീയുടെ നഗ്ന സൗന്ദര്യത്തിൽ ആകർഷണനായി, തുടർന്ന് വ്യഭിചാരം, കൊലപാതകം, കുഞ്ഞിൻ്റെ പാതിരികമേറ്റിട്ടുള്ള വിസമ്മതിക്കല് എന്നീ തുടങ്ങിയ പാപങ്ങൾ ചെയ്തു പോയി. തൻ്റെ വിശ്വസ്ത സൈനികനും ബത്ശബയുടെ ഭർത്താവുമായ ഉറിയയെ തന്ത്രപൂർവം കൊലപ്പെടുത്തി. യുദ്ധത്തിൽ സംഭവിച്ച മരണമായി അതിനെ ചിത്രീകരിച്ചു. മരിച്ച സൈനികനോടുള്ള ആദരവും കരുതലും പ്രകടമാക്കാൻ എന്നോണം വിലാപ ദിനങ്ങള് കഴിഞ്ഞപ്പോൾ ആളയച്ച് ബത്ശബയെ വിളിച്ചു. അങ്ങനെ അവളെ ഭാര്യയായി സ്വീകരിച്ചു. എല്ലാം ഭദ്രം. രാജാവിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാനായിട്ട് ആരും ധൈര്യപ്പെട്ടിട്ടില്ല. താൻ ചെയ്തതിൽ ഏതെങ്കിലും തെറ്റോ കുറ്റമോ ഉള്ളതായിട്ട് ദാവീദും കരുതിയില്ല. ഈ സാഹചര്യത്തിലാണ് പാറ പോലെ തകർക്കുന്ന, കുടം പോലെ ദഹിപ്പിക്കുന്ന, അഗ്നി പോലെ ശക്തമായ ദൈവവചനമായി നാഥാൻ പ്രവാചകൻ ദാവീദിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. രാജ്യത്തെവിടെയോ നടന്ന ഒരു അനീതിയായി നാഥാൻ ഒരു ആടിൻ്റെ കഥ ദാവീദിന്റെ സഭയിൽ പറഞ്ഞു. ഒരു ധനികന്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നപ്പോൾ ദരിദ്രനായ അയൽക്കാരൻ്റെ ഏക പെണ്ണാട്ടിൻകുട്ടിയെ കശാപ്പ് ചെയ്ത് കറിയൊരുക്കി. രാജാവും സമ്പന്ന ന്യായാധിപനുമായ ദാവീദിന്റെ ധാർമ്മിക രോഷം സടകുടഞ്ഞണയുന്നിട്ടു. ഉടൻ തന്നെ ശിക്ഷാവിധി വന്നു. ആ മനുഷ്യൻ മരിക്കണം. 2 സാമുവേൽ 12-ാം തിരുവചനത്തിൽ പറഞ്ഞതാണ്. ഉടനടി പറഞ്ഞു, ആ മനുഷ്യൻ, അനീതി പ്രവർത്തിച്ച മനുഷ്യൻ മരിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് ഉറപ്പിച്ച വിധിവാചകം തൻ്റെ മേൽ തന്നെയാണ് പ്രസ്താവിച്ചത് എന്ന് അടുത്ത നിമിഷം അയാൾ തിരിച്ചറിഞ്ഞു. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അക്കമിട്ട് നിർത്തിയതിന് ശേഷമാണ് വിധി പ്രസ്താവം. എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുമ്പാകെ നീ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്തിനായ ഊറിയായി നീ കൊല്ലിച്ചു. അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഉറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നും വാൾ ഒഴിയുകയില്ല.
2 സാമുവേൽ 12:9 പറഞ്ഞ വാക്കുകളാണത്. ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം കുറ്റം തെളിഞ്ഞു, ശിക്ഷാവിധിയും പ്രഖ്യാപിച്ചു. അവസാനം ഒരു ശിക്ഷയും കൂടി: ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അവയിലൂടെ പ്രകടമായ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലുള്ള അവബോധമാണ് അനുതാപത്തിലേക്ക് നയിക്കുന്നത്. താൻ ആരായിരുന്നെന്നും ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തിയെന്നും തിരിച്ചറിയുമ്പോഴാണ് താൻ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി, കാഠിന്യം മനസ്സിലാക്കുക. ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവിക പരിപാലനയെക്കുറിച്ച് ഉള്ള അവബോധമാണ് അനുതാപത്തിലേക്ക് ഒരുവനെയോ ഒരുത്തിയോ നയിക്കുന്നത്. അതുകൊണ്ടാണ് 2 സാമുവേൽ 12:13 പറയുന്നത്, ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. ഇതാണ് അനുതാപത്തിൻ്റെ ഉത്തമമായ ഉദാഹരണം. സഹോദരങ്ങളോട്, സഹജീവികളോട് ചെയ്യുന്ന ഏത് തെറ്റും ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപമാണ്. അവബോധം ദാവീദിന്റെ പാപസങ്കീർത്തനം ഉടനീളം അത് നീളിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഏവർക്കും അനുഗ്രഹീയമായ മാതൃക. അയൽക്കാരനെ തന്നെ ചെയ്യുന്ന പാപങ്ങൾ, ഏത് തെറ്റും ദൈവത്തിന് തന്നെ ചെയ്യുന്ന പാപമാണെന്ന ബോധ്യം നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കണം. നോമ്പാചരണത്തിൻ്റെ അവശ്യ ഘടകമാണ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുക, ആ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുക. അങ്ങനെ ദാവീദിന് ആ ബോധ്യം കടന്നു വന്നു. അതുകൊണ്ട് ദാവീദിനെ ഏറ്റവും വലിയ വ്യക്തിയായിട്ട് ദാവീദിന്റെ വംശത്തിൽ കൂടി തന്നെ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും ചെയ്തു. പ്രിയമുള്ളവരെ, ദാവീദിനെ പോലെ നമ്മളെല്ലാവരും പാപികളാണ്. ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഈ നോമ്പാചരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ് പൂർണ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് മുമ്പിലേക്ക് കടക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ സ്വീകരിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ പൂർണ്ണമായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം, വിട്ടുകൊടുക്കാം. കർത്താവേ, ദാവീദിനെ പോലെ ഞങ്ങളും പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പാപം ചെയ്തു പോയി, അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയി എന്ന് തീർത്ത് പറയാനും അതിനോട് ഞങ്ങളുടെ പാപങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായ അനുതാപത്തിലേക്ക് കടന്നു വരാനും സാധിക്കണമേ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.